യെസ്, നയനയുടെ കല്യാണം. എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. രാവിലെ തലേ ദിവസം അച്ഛൻ്റെ കൂട്ടുകാരന്മാരെല്ലാരും ഇവിടെ വന്നിട്ട് എന്നെ ഇരുത്തി കെട്ടിപ്പിടിച്ച് കോൺസെൻട്രേഷൻ കളഞ്ഞിട്ട് അവള് പോലും അറിയാതെ അവള് പറഞ്ഞിട്ടുണ്ട് ഇത് ഓറഞ്ച് കളറാണ്. ഈ സർപ്രൈസ് തരുന്ന ആളാര് അവള് തന്നെയാണ്. എന്റെ സാരി പോലും അവൻ കണ്ടിട്ടില്ല. അപ്പൊ ഓറഞ്ച് കളർ ഷെയ്ഡ് ആണെന്ന് എനിക്കറിയാം, ബാക്കി എങ്ങനെയാണെന്ന് എനിക്കറിയാം. സോ അവള് നമ്മൾ എനിക്കൊന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, ഇങ്ങനെ കാണുന്നു, നമുക്കത് വേണ്ട, നമ്മളതിനെ പൊട്ടിക്കുന്നു. മെയ് 19, 2025 തിങ്കളാഴ്ച എന്തായിരുന്നു? പാർട്ടി. വൈകിട്ട് 5 നമ്മൾ ഫോട്ടോ എടുത്തു തുടങ്ങി. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് 5:30, 6 മണിയൊക്കെയൊപ്പം 6:30 നമ്മൾ എൻട്രൻസ് ആണ്, ഫസ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്ന എൻട്രൻസ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, എന്താന്ന് ഒരു പിടിയില്ല. അങ്ങനെ പുറത്തോട്ടൊന്ന് നോക്കിയപ്പോൾ എൻ്റെ മോനെ ഇടിവെട്ട് മഴ. ഞാൻ നോക്കുമ്പോൾ കാറ്ററിംഗിലെ ചേട്ടന്മാർ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈ എടുത്തുകൊണ്ട് ഓടുന്നു, സ്പീക്കറിൽ ടാർപ്പ വിരിക്കുന്നു, LED വാളിൽ തുണിയിടുന്നു. ഫുൾ മഴ. മഴയെന്ന് പറഞ്ഞാൽ പുകപാറ്റ് ഫുൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നു. പിന്നെ നമ്മുടെ ഗ്യാങ് വന്നിട്ട് പറഞ്ഞു ഒന്നും നോക്കണ്ട, അവര് റെഡിയാണെന്ന് പറഞ്ഞു. ഞങ്ങള് റെഡിയാണ്, നിങ്ങൾ അവര് റെഡിയാണെന്ന് പറഞ്ഞു. നമുക്കെന്താ കുഴപ്പം, ഞാൻ റെഡി. ഞാനും റെഡി. അമ്മാമയും കൂടെ അമ്മാമ ഇറങ്ങിയ അമ്മാമക്ക് ഇറങ്ങി പിന്നെന്താ നമുക്ക് ഇറങ്ങാൻ എന്നുള്ള വൈബായിരുന്നു. ലൈഫില് ആരും അന്ന് വന്ന ആരും മറക്കൂലാത്തൊരു കല്യാണമായിരുന്നു. ഒറ്റ മനുഷ്യര് അത് കണ്ടു കഴിഞ്ഞാൽ ആ മൊമെന്റ് എൻജോയ് ചെയ്ത് ചെയ്യാതെ ആരും പോയിട്ടില്ല. മഴയില്ലെങ്കിൽ ഇതെല്ലാം ഫോട്ടോയിലുള്ള മെമ്മറീസ് ആണ്, ക്യാമറയ്ക്കകത്തുള്ളത്. പക്ഷെ ഇത് നമ്മുടെ മനസ്സിലും ഉള്ളില് നിൽക്കുന്ന മെമ്മറീസ് ആണ്. ഇതൊരിക്കലും ഇതിന് ഫോട്ടോയുടെ ആവശ്യമില്ല സത്യം. സോറിടാ. ഇതൊക്കെയാണ് ലൈഫിൽ ഏറ്റവും കിട്ടാവുന്ന ബെസ്റ്റ് ഗിഫ്റ്റ്. സോ വി ആർ സോ ഹാപ്പി. നമ്മൾ ആരെയും മറക്കില്ല, അന്ന് വന്ന ആരെയും. എല്ലാരും ലൈഫ് ലോങ് ഞങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ 2 മണിക്കൂർ കൊണ്ട് കെട്ടിയതാ. നന്ദുവിന്റെ അടുത്ത് ഞാൻ ഓരോ ഫംഗ്ഷൻ നമ്മളിങ്ങനെ എഴുതി എന്തൊക്കെയാ നോക്കുമ്പോ നന്ദുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു ബ്രൈറ്റ് ടു ബി നന്ദു ചെയ്തോളണം നന്ദു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ സർപ്രൈസ് ആയിട്ട് ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട്, ഞാൻ ചേച്ചി ബ്ലൂ ഡ്രസ് ഇട്ടിട്ട് വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ബട്ട് എന്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു വിഷൻ അല്ല ഞാൻ നേരിട്ട് കണ്ടത്. ബ്രൈറ്റ് ഭയങ്കര സക്സസ് ആയി നടന്നതനുസരിച്ച് നല്ല ഹാപ്പി ആയി നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് തന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞൊരു ഫീൽ ആയിരുന്നു. വെഡിങ് വൈറ്റ് ഗൗൺ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം വൈറ്റ് ഗൗൺ ഇടാൻ ഒരു ഫംഗ്ഷൻ, ഒരേ ഒരു ഫംഗ്ഷനുള്ള മധുരം വെപ്പ്. മധുരം വെക്കട്ടെ.
ഒരു ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. സോ കല്യാണം എത്ര ദിവസത്തെ പ്രിപ്പറേഷൻ. സത്യം നയനയ്ക്ക് പറ്റിയ ഒരാൾ തന്നെയാണ് ഗൂഗിള്. കറക്റ്റ് പേരാണ് പൊട്ടി. പൊട്ടിയും കാക്കറോട്ടും പോക്ക കറക്റ്റ് ആണ്. ഒരു വെറൈറ്റി സാധനം എന്റെ തലമുടി നോക്കും. ഷെലഗ്ലാസ് ഞാൻ കരിയില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ ഒരു 2 മണി 3 മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. എനിക്ക് അപ്പം തന്നെ ഫീൽ അടിച്ചു തുടങ്ങി. അയ്യോ ഞാൻ ഇനി ഒറ്റയ്ക്കാണല്ലോ, നയന ചേച്ചിക്ക് കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു ഫീൽ. അപ്പോഴും അമ്മയുടെ ഒക്കെ മുഖം കാണുമ്പോഴും എനിക്കറിയാം. പക്ഷെ നന്ദു എന്നെ കണ്ടിട്ടൊന്ന് കരയാൻ തുടങ്ങി. കണ്ടതേ ഉള്ളൂ, കണ്ടിങ്ങനെ കറന്ന് ചിരിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ബ്രൈഡ് എൻട്രിക്കാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും 12-20 ആയാ മതി. ഫോർ 5 years ആയിട്ട് വെയിറ്റ് ചെയ്ത ആ ഒരു ഡേ ഇന്ന് വന്നു. പക്ഷെ 5 വർഷം ഇങ്ങനെ പോയതുപോലെ തോന്നാം. തീരണ്ടാന്ന് തോന്നുന്നു. കല്യാണം പെട്ടെന്നായോ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പി. I am so happy. I think നീയും ഹാപ്പി അല്ലേ? നമ്മൾ ഹാപ്പി ഭയങ്കര.